I now invite Srimati Bindu Krishna, Minister Designate, to take the oath of office and oath of secrecy. അടുത്തത് ബിന്ദു കൃഷ്ണയാണ്. കോൺഗ്രസിന്റെ വനിതാ നേതാക്കളിലെ സമരമുഖം ബിന്ദു കൃഷ്ണ. അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ മന്ത്രിയാകുന്നു. കന്നി വിജയത്തിൽ തന്നെ മന്ത്രിസ്ഥാനം. 15-ാം വയസ്സിൽ KSUവിൽ തുടങ്ങിയ രാഷ്ട്രീയ ജീവിതമാണ്. ഇന്ന് സംസ്ഥാന മന്ത്രിസഭയിൽ എത്തി നിൽക്കുന്നു. ഇടതുപക്ഷത്തിന്റെ ഉരുക്ക് കോട്ടയായ കൊല്ലത്ത് നിന്നാണ് ഇത്തവണ നിയമസഭയിലേക്ക്, മന്ത്രി പദവിയിലേക്ക്. ഞാൻ ബിന്ദു കൃഷ്ണ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ബിന്ദു കൃഷ്ണ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. അർഹതപ്പെട്ട അംഗീകാരം. ബിന്ദു കൃഷ്ണ നിയമസഭയിൽ, മന്ത്രിസഭയിൽ എത്തുകയാണ്. അർഹതപ്പെട്ട അംഗീകാരമാണ്. സംസ്ഥാന കോൺഗ്രസിന്റെ ചരിത്രമെടുത്താൽ അധ്യക്ഷ പദവിയിൽ ഇരുന്ന ഒരു ജില്ലയെ 5 വർഷം നയിച്ച ഏക വനിത അത് ബിന്ദു കൃഷ്ണയാണ്. 1987 കൊല്ലം SN വനിതാ കോളേജിൽ KSU യൂണിറ്റ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടാണ് രാഷ്ട്രീയ ജീവിതം, ഈ സംഘടനാ യാത്ര ബിന്ദു കൃഷ്ണ ആരംഭിക്കുന്നത്. 2011 ഉമ്മൻചാണ്ടി സർക്കാരിൽ അന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ചാത്തന്നൂരിൽ നിന്ന്, പക്ഷേ പരാജയപ്പെട്ടു. 2014 ആറ്റിങ്ങലിൽ ലോക്സഭയിലേക്ക് മത്സരിച്ചു സമ്പത്തിനെതിരെ, പക്ഷേ പരാജയപ്പെട്ടു. അങ്ങനെ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായ പരാജയം, തുടർച്ചയായ തോൽവി. പക്ഷേ സമരമുഖത്ത് നിന്ന്, നേതൃനിരയിൽ നിന്ന് ഒരിക്കലും ബിന്ദു കൃഷ്ണ മാറിയില്ല. ഇപ്പോൾ മന്ത്രിസഭയുടെ ഭാഗമാവുകയാണ് ബിന്ദു കൃഷ്ണ.